ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിൽ ഒരു സിനിമാ നടി പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കല്യാണം കഴിക്കാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് ഭർത്താവിന് കൊടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള മാരേജാണ് നടക്കുന്നത്. ഒന്ന് പ്രണയവിവാഹവും ഒന്ന് അറേഞ്ച് മാരേജും. അറേഞ്ച് മാരേജിൻ്റെ ഏറ്റവും വലിയ ശാപം, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവരാരാണ്, എന്താണ് അവരുടെ പശ്ചാത്തലം, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് അവരുടെ ഭൂതകാലം എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ കല്യാണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. വേറൊരു വിഭാഗം പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണ്. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് നാൾ ചുറ്റി നടന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ്, അതായത് ശാരീരികവും മാനസികവും സാംസ്കാരികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുമ്പോഴാണ് പ്രണയിക്കുന്നവർ വിവാഹം കഴിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ളവരും വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ ചിലവർ വിജയിക്കുന്നു, ചിലവർ പരാജയപ്പെടുന്നു. അറേഞ്ച് മാരേജ് ആയാലും പ്രണയവിവാഹമാണെങ്കിലും ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഒളിഞ്ഞു പോകുന്നുണ്ട്. അവരൊന്നും കുടുംബജീവിതം റൊമാൻറ്റിക് അല്ല. ഇപ്പം നമ്മൾ ചില ഭാര്യ ഭർത്താക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വളരെയധികം മൂകതയാണ്, നിരാശയാണ്, മാനസിക പിരിമുറുക്കമാണ്, ടെൻഷനാണ്, വിഷാദരോഗമുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതേസമയം തന്നെ വേറൊരു കൂട്ടം ആളുകളെ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമുക്കത് വേഗം തിരിച്ചറിയാൻ കഴിയും. അഭിനയിക്കുന്നവരെ കാണുമ്പോൾ വേഗം തിരിച്ചറിയാൻ കഴിയും. ചിലവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരൊരുപാട് സന്തോഷം അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അവർക്കൊരു സന്തോഷവും ഇല്ല. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല, ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ട്. അത് കല്യാണം കഴിക്കുമ്പോഴേ അറിയുള്ളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കടമകളൊക്കെ കടക്കേണ്ടതായിട്ട് ഉണ്ട്. ഏതായാലും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കുടുംബജീവിതം ഈ നടി പറഞ്ഞതുപോലെ വളരെയധികം വിരളമാണ്. എല്ലാവർക്കും ഇല്ലത്.